വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആഹാബിന് സമറിയായിൽ 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹു നഗരാധിപനും ശ്രേഷ്ഠന്മാർക്കും കത്തെഴുതി, നിങ്ങൾ എൻ്റെ പക്ഷം ചേർന്നതിന് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാനപുത്രന്മാരുടെ ശിരസ്സുകളുമായി നാളെ ഈ നേരത്ത് ജസ്രയേലിൽ എൻ്റെ അടുക്കൽ വരുവിൻ. കത്ത് കിട്ടിയപ്പോൾ അവർ രാജാവിൻ്റെ 70 പുത്രന്മാരെയും വധിച്ച് ശിരസ്സുകൾ കുട്ടകളിലാക്കി ജസ്രയേലിൽ അവൻ്റെ അടുത്തേക്ക് അയച്ചു. ആഹാബ് ഗൃഹത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിൽ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ. കർത്താവ് തൻ്റെ ദാസൻ ഏലിയായിലൂടെ അരുളി ചെയ്തത് നിറവേറ്റിയിരിക്കുന്നു. 2 രാജാക്കന്മാർ 10-ാം അധ്യായം 10-ാം തിരുവചനം. യേഹു ജസ്രയേലിൽ ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും, അവൻ്റെ ഉറ്റ സ്നേഹിതരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി. യേഹു അവിടെ നിന്ന് പുറപ്പെട്ട് സമരിയയിലെത്തി. വഴിയിൽ അഹസ്യയുടെ ബന്ധുക്കളായ 42 പേരെ കണ്ടുമുട്ടി. അവരെ എല്ലാം കൊന്നൊടുക്കി. യേഹു അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വന്ന യഹോനാദാബിനെ തൻ്റെ രഥത്തിൽ കയറ്റി അവൻ പറഞ്ഞു, എന്നോടുകൂടെ വന്ന് കർത്താവിനോടുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത കാണുക. അങ്ങനെ അവർ യാത്ര തുടർന്നു. അവൻ സമരിയയിലെത്തിയപ്പോൾ ആഹാബിൻ്റെ ഭവനത്തിൽ അവശേഷിച്ചിരുന്നവരെ സംഹരിച്ചു. കർത്താവ് ഏലിയായിലൂടെ അരുളി ചെയ്തത് അങ്ങനെ നിറവേറി. യേഹു ബാൽദേവനെ ആരാധിക്കുന്ന ജനത്തെ വിളിച്ചുകൂട്ടി അവരോട് ബാൽദേവനൊരു തിരുനാൾ സംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചു. ബാൽദേവൻ്റെ ആരാധകരെ ഒന്നിച്ചു കൊല്ലിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അത്. ബാലിൻ്റെ ആരാധകരെല്ലാം ബാലിൻ്റെ ആലയത്തിൽ നിറഞ്ഞു കവിഞ്ഞു. അവൻ ബാലിൻ്റെ ആരാധകർക്ക് അങ്കികൾ കൊടുത്തു. തുടർന്ന് യേഹു യഹോനാദാബുമൊത്ത് ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് പറഞ്ഞു, ഇവിടെ ബാലിൻ്റെ ആരാധകരല്ലാതെ കർത്താവിൻ്റെ ദാസന്മാർ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുവിൻ എന്ന് പറഞ്ഞു. അനന്തരം യേഹു പുറത്തു നിർത്തിയിരുന്ന തൻ്റെ ആളുകളോട് ഉള്ളിലുള്ള എല്ലാവരെയും കൊല്ലാൻ ആജ്ഞാപിച്ചു. അവരെ വധിച്ച ശേഷം ബാലഗൃഹത്തിൻ്റെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന സ്തംഭം പുറത്തു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി. അങ്ങനെ ബാലിൻ്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അത് ഒരു വിസർജന സ്ഥലമാക്കി മാറ്റി. അങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.